മനസ്സുകളെ ഉണരൂ, അഭിഷിക്തൻ വരവായി. മനസ്സുകളെ ഉണരൂ, സ്തുതി സങ്കീർത്തനമാകൂ. പാവനമീ ബലിയിൽ പരിപാവന മാനസരാ. പാവനമീ ബലിയിൽ പരിപാവന മാനസരായി. വരൂ വരൂ ദൈവജനമേ, അണിയണിയായി ബലിവേദിയിൽ അനവരതം ബലിയാകാം, ബലിയാകാം, അനുരഞ്ജിതരാകാം. സ്നേഹം ധാരധാരയായി കരകവിഞ്ഞൊഴുകുന്നു. ഹൃദയം തിരിനാളമായി പ്രഭ ചൊരിഞ്ഞിടുന്നു. സ്നേഹം ധാരധാരയായി കരകവിഞ്ഞൊഴുകുന്നു. ഹൃദയം തിരിനാളമായി പ്രഭ ചൊരിഞ്ഞിടുന്നു. കരുണതൻ നീ വരമഴയിൽ ആശ്രയം തേടാ. അനുദിനം നീ തിരുബലിയിൽ മോക്ഷം നേടിടാ. ഈ ജന്മം യാഗമായി നാഥനേ ഗീടാ. പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം യാചിച്ചുകൊണ്ട് ഈ പരിശുദ്ധമായ ബലി നമുക്കൊന്ന് ചേർന്നർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിൽ ഏറ്റവും പ്രിയം നിറഞ്ഞവരെ, സ്വർഗീയ പിതാവ് മക്കളായ നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം ദൈവത്തിൻ്റെ മൂന്നാമത്തെ ആളായ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഈ ജീവിതത്തിൻ്റെ പൊരുൾ നമ്മൾ തിരിച്ചറിയുകയും നമ്മൾ ഈ ലോകത്തിൻ്റേതല്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുകയും ദൈവഹിതമനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യും. ആകയാൽ
ദൈവം നൽകുന്ന ഈ വലിയ സമ്മാനം സ്വീകരിക്കുവാനായി നമ്മുടെ ഹൃദയങ്ങൾ ഒരുക്കി നമുക്ക് ഈ ബലി അർപ്പിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരി നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യന്യായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരി നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നിവതാഴയാ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സർവ്വരാജനീ. സർവ്വശക്തനാം ദൈവമേ, താതനമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദേവസൂനുവേ, കർത്താവാം യേശു ക്രിസ്തുവേ, ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണി ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നീർവലം ഭാഗത്തിരുന്നിടും ഞങ്ങളുടെ രക്ഷകനേശുവേ, കാരുണ്യം തോന്നണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ
അങ്ങുതനീകനാം നാഥനും അങ്ങ് മാത്രം പരമോന്നതൻ ത്രിത്വൈക ദൈവ മഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഇന്നത്തെ ആഘോഷത്തിൻ്റെ അനുഷ്ഠാനത്താൽ എല്ലാ ജനതകളിലും രാജ്യങ്ങളിലുമുള്ള അങ്ങേ സാർവത്രിക സഭയെ അങ്ങ് പൗത്രീകരിക്കുന്നുവല്ലോ. ലോകം മുഴുവനിലും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ചൊരിയണമേ. സുവിശേഷം ആദ്യമായി പ്രഘോഷിക്കപ്പെട്ടപ്പോൾ ആവർത്തിച്ച ദൈവീക കാരുണ്യം ഇപ്പോഴും വിശ്വാസികളുടെ ഹൃദയങ്ങളിലൂടെ ചൊരിയണമേ. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമായി ലഭിതം ജീവിച്ചു വാഴ്ന്ന കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് പെന്തക്കോസ്താ ദിനം സമാഗതമായപ്പോൾ അപ്പോസ്തലന്മാർ എല്ലാവരും ഒരുമിച്ച് കൂടി ഇരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്ന് ഉണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങളിൽ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷാവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ആകാശത്തിന് കീഴുള്ള സകല ജനപദങ്ങളിലും നിന്ന് വന്ന ഭക്തരായ യഹൂദർ ജെറുസലേമിൽ ഉണ്ടായിരുന്നു. ആരവം ഉണ്ടായപ്പോൾ ജനം ഒരുമിച്ച് കൂടുകയും തങ്ങളിൽ ഓരോരുത്തരുടെയും ഭാഷകളിൽ അപ്പോസ്തലന്മാർ സംസാരിക്കുന്നത് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. അവർ വിസ്മയഭരിതരായി പറഞ്ഞു, ഈ സംസാരിക്കുന്നവർ എല്ലാവരും ഗലീലിയരല്ലേ? നാം എല്ലാവരും തങ്ങളുടെ ഭാഷ മാതൃഭാഷയിൽ ശ്രവിക്കുന്നത് എങ്ങനെ? പാർത്യക്കാരും മേദിയക്കാരും എലാമിയക്കാരും മെസപ്പൊട്ടോമിയയിൽ നിവാസികളും യൂദായയിലും കപ്പേദോക്യയിലും പൊന്താസിലും ഏഷ്യയിലും താമസിക്കുന്നവരും ഫ്രീജിയയിലും പാംഫിലിയയിലും ഈജിപ്തിലും കിറേനയുടെ ലിബിയ പ്രദേശങ്ങളിലും വസിക്കുന്നവരും റോമായിൽ നിന്നുള്ള സന്ദർശകരും യഹൂദരും യഹൂദമതം സ്വീകരിച്ചവരും ക്രേത്യരും അരേബ്യരും ആയ നാം എല്ലാം ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ അവർ വിവരിക്കുന്നത് നമ്മുടെ മാതൃഭാഷകളിൽ കേൾക്കുന്നുവല്ലോ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ തണലിൽ പാർക്കുന്നവൻ ഭാഗ്യവാൻ ഭാഗ്യവാൻ. എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കും ദൈവവും നീ മാത്രമെന്നു കർത്താവ് ഏറ്റു ചൊല്ലിടും, അവനേറ്റു ചൊല്ലിടും. അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ തണലിൽ ആർക്കുന്നവൻ ഭാഗ്യവാൻ ഭാഗ്യവാൻ.
വേടന്റെ കെണിയിൽ നിന്നും മാരകമാരിയിൽ നിന്നും നിന്നെ രക്ഷിക്കും, തൂവൽ കൊണ്ടു മറയ്ക്കും, ചിറകിൻ കീഴിൽ നിനക്കഭയമേകും, വിശ്വസ്തത കൊണ്ടു നിന്നെ കവചമണിക്കും. അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ തണലിൽ പാർക്കുന്നവൻ ഭാഗ്യവാൻ, ഭാഗ്യവാൻ. ഭീകരത നിറഞ്ഞ രാത്രിയിൽ പകൽ പറക്കും അസ്ത്രത്തെയും തെല്ലും ഭയം വേണ്ട, കൂരിരുപ്പിനെയും നട്ടുച്ചയ്ക്കണയും വിനാശത്തെയും പേടിക്കേണ്ട, ദൈവം കൂടെയുണ്ട്. അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ തണലിൽ പാർക്കുന്നവൻ ഭാഗ്യവാൻ, ഭാഗ്യവാൻ. നിൻ പാർശ്വത്തിലായിരങ്ങൾ, വലഭാഗെ 10,000, മരിച്ചു വീണേക്കാം ഭയപ്പെടേണ്ട നീ, അനർത്ഥങ്ങളൊന്നും നിന്നെ തൊടുകയില്ല. ദുഷ്ടന്റെ പ്രതിഫലം നീ കണ്ടിടും. അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ തണലിൽ പാർക്കുന്നവൻ ഭാഗ്യവാൻ, ഭാഗ്യവാൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, യേശു കർത്താവാണെന്ന് പറയുവാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ലെന്ന് നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്നു തന്നെ. ശുശ്രൂഷകളിൽ വൈവിധ്യം ഉണ്ടെങ്കിലും കർത്താവ് ഒന്നു തന്നെ. പ്രവൃത്തികളിൽ വൈവിധ്യം ഉണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാറ്റിലും പ്രചോദനം നൽകുന്ന ദൈവം ഒന്നു തന്നെ. ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതുനന്മയ്ക്ക് വേണ്ടിയാണ്. ശരീരം ഒന്നാണെങ്കിലും അതിൽ പല അവയവങ്ങൾ ഉണ്ട്. അവയവങ്ങൾ പലതെങ്കിലും അവയെല്ലാം ചേർന്ന് ഏക ശരീരമായിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ക്രിസ്തുവും. നാം എല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകാൻ ജ്ഞാനസ്നാനമേറ്റു. യഹൂദരെന്നോ ഗ്രീക്കുകാരെന്നോ അടിമകളെന്നോ സ്വതന്ത്രരെന്നോ ഭേദം കൂടാതെ ഒരേ ആത്മാവിനെ പാനം ചെയ്യാൻ എല്ലാവർക്കും സാധിച്ചു. കർത്താവിൻ്റെ വചനം. നന്ദി. Come, O Creator, Spirit's love, and in our souls lift up the rest. Come,
കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുൾ ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപത്തിൻ്റെ കറ കഴുകിക്കളയുമാറാകട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയം നിറഞ്ഞവരെ, സഭ ഇന്ന് പെന്തക്കോസ്ത തിരുനാൾ ആഘോഷിക്കുകയാണ്. പെന്തക്കോസ്ത തിരുനാൾ മഹാസന്തോഷത്തിൻ്റെ തിരുനാളാണ്. ഇതൊരു വലിയ ഉത്സവത്തിൻ്റെ ഓർമ്മയാചരണമാണ്. ഇന്നത്തെ വായനകളിലൂടെയൊക്കെ നാം ശ്രവിക്കുകയുണ്ടായി. ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാർ, ദുഃഖിതരായിരുന്ന ശിഷ്യന്മാർ ഉണർന്നെഴുന്നേൽക്കുകയാണ്. ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാരെയൊക്കെയും പരിശുദ്ധ അമ്മ കൂട്ടിക്കൊണ്ട് അത്താഴ വിരുന്ന് നടത്തിയ ആ സിഖിയോൻ മാളികയിൽ അവരെ ചേർത്തിരുത്തി. പ്രാർത്ഥനാ കൂട്ടായ്മയുടെ ലീഡറായിരുന്നുകൊണ്ട് പരിശുദ്ധ അമ്മ അവരോടൊപ്പം പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ വലിയൊരു കൊടുങ്കാറ്റുണ്ടായി. തീജ്വാലകൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിറഞ്ഞു. ഇതാ, ദുഃഖമെല്ലാം മാറിപ്പോയി, ഭയമെല്ലാം മാറി. അവർ ശക്തി പ്രാപിച്ചു. അവർ സന്തോഷത്തോടെയും ശക്തിയോടെയും ഇതാ ആ മുറി വിട്ട് പുറത്തേക്കിറങ്ങുകയാണ്. പുറത്തേക്കിറങ്ങി ക്രൂശിതനായ ഈശോയെ അവർ പ്രഘോഷിക്കുകയാണ്. അവർ പ്രഘോഷിക്കുമ്പോൾ മുക്കുവനായ പത്രോസ് യേശുവിനെ കുറിച്ച് പറയുമ്പോൾ, ആകാശത്തിൻ്റെ കീഴിലുള്ള സകല ജനപദങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള മനുഷ്യർ ഇതാ അവരുടെ ഭാഷകളിൽ ആ പ്രസംഗം അവർ ശ്രവിക്കുകയാണ്. അവർ അതിശയത്തോടെ ഈ ശിഷ്യന്മാരെ നോക്കുകയാണ്. നമ്മൾ വായിച്ചു കേട്ടു ഏതൊക്കെ ജനങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. പാർത്തിയക്കാരും, മെതിയക്കാരും, എലാമ്യക്കാരും, മെസപ്പൊട്ടാമ്യക്കാരും, ഗ്രീക്കുകാരും, ഈജിപ്തുകാരും, അറേബ്യക്കാരും എന്ന് വേണ്ട ലോകത്തിൻ്റെ സകല കോണുകളിൽ നിന്നുള്ള മനുഷ്യർ ജെറുസലേമിൽ ഉണ്ടായിരുന്നു. ഈ പെന്തക്കോസ്താ ദിനത്തിൻ്റെ ഈ വലിയ ഉത്സവം നടക്കുമ്പോൾ, ഈ വലിയ ശക്തിയുടെ ഉത്സവം നടക്കുമ്പോൾ, പെന്തക്കോസ്തായിൽ പരിശുദ്ധാത്മാവ് പെയ്തിറങ്ങിയ ആ ദിനത്തിൽ ശിഷ്യന്മാർ ശക്തി പ്രാപിക്കുമ്പോൾ, അവർ സന്തോഷത്താൽ ഒളിച്ചിരുന്ന ശിഷ്യന്മാർ ഇത് ശക്തി പ്രാപിച്ച് അവർ തുള്ളിച്ചാടുമ്പോൾ മറ്റുള്ളവർ അതിശയത്തോടെ നോക്കുകയാണ്.
അതായിരുന്നു പെന്തക്കോസ്ത തിരുനാൾ. ഇതാ സഭ ആരംഭിക്കുകയാണ്. ഭയമില്ലാത്ത ഒരു സഭ, ആർക്കും ഒരു കുറ്റവും ആരോപിക്കാൻ കഴിയാത്ത ഒരു സഭ അവിടെ രൂപം പ്രാപിക്കുകയായിരുന്നു പരിശുദ്ധാത്മാവിൻ്റെ ആ അഭിഷേകത്തിൽ. ഒന്നാമതായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഭയമെല്ലാം മാറിപ്പോകും. ഇന്ന് ഏറ്റവും വലിയ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ പോലും ഭയപ്പെട്ടിരിക്കുകയാണ്. കാരണം പരിശുദ്ധാത്മാവ് എന്താണെന്ന് അറിയാൻ പാടില്ല എന്ന്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എത്ര ഭയങ്കരമാണെന്ന് അറിയാനോ അനുഭവിക്കാനോ സാധിച്ചിട്ടില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. പരിശുദ്ധാത്മാവ് ഒന്നാമതായിട്ട് നമ്മളെ പ്രചോദിപ്പിക്കുകയാണ്. റോമാലേഖനം 8-ാം അധ്യായം 16-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്നിരുന്നു കൊണ്ട് നമ്മോട് പറയുകയാണ്, നീ ദൈവമകനാണ്, നീ ദൈവമകളാണ്, നീ ദൈവത്തിൻ്റേതാണ്, നീ ഈ ലോകത്തിൻ്റേതല്ല. ഒന്നാമതായിട്ട് നീ ദൈവത്തിൻ്റെ മകനാണ്, നീ ദൈവത്തിൻ്റെ മകളാണെന്നുള്ള ബോധ്യം നൽകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. എപ്പോഴാണോ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണെന്നുള്ള ബോധ്യമുണ്ടാകുന്നത്, അപ്പോൾ മാത്രമേ ഈ ദൈവത്തിൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയുള്ളൂ. ആ ബോധ്യമുള്ളവർക്ക് മാത്രമേ പ്രാർത്ഥിക്കുവാനും ആത്മാവിനെ സ്വീകരിക്കുവാനും സാധിക്കൂ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ജീവിതം ടോട്ടലി ചെയ്ത് മാറും. ഒരു പുതിയ വ്യക്തി രൂപാന്തരപ്പെടുകയാണ്. ഗലാത്യലേഖനം 5-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങളിൽ എന്താണ് ഈ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്? സ്നേഹം, സന്തോഷം, സമാധാനം, ക്ഷമ, നന്മ, കരുണ, വിശ്വസ്തത, സംയമനം, സൗമ്യത എന്നീ പുണ്യങ്ങളിലേക്ക് വളരുകയും എന്ന് പറഞ്ഞാൽ ഇത് ദൈവമകനായി ദൈവമകളായി മാറുകയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ. ഒന്നാമതായിട്ട് ഭയമാകുന്ന ഒരു പുതിയ വ്യക്തി, സ്നേഹവും നന്മയും സമാധാനവും സന്തോഷവും ഒക്കെയുള്ള ഒരു വ്യക്തി രൂപം പ്രാപിക്കുക. അതായത് ഒരു വിത്ത് ഈർപ്പവും അതിനനുസരിച്ചുള്ള കാലാവസ്ഥയും ഉണ്ടാകുമ്പോൾ അതിങ്ങനെ മുള പൊട്ടുന്നത് പോലെ ഈർപ്പവും തണുപ്പും അതുപോലെ തന്നെ അതിന് മുള പൊട്ടാനുള്ള ഒരു അറ്റ്മോസ്ഫിയറും ഉണ്ടാകുന്നു, ഒരു കാലാവസ്ഥ ഉണ്ടാകുമ്പോൾ ഈ ഇങ്ങനെ മുള പൊട്ടുന്നത് പോലെ ഒരു നല്ല ക്രിസ്ത്യാനി മുള പൊട്ടുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ നിറയുമ്പോൾ. സന്തോഷമുള്ള വ്യക്തി, ആനന്ദമുള്ള വ്യക്തി, സ്നേഹമുള്ള വ്യക്തിയാകുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ. അതുകൊണ്ട് യേശു വിളിച്ചു ചോദിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം യേശു ചോദിക്കുന്നു, ആർക്കെങ്കിലും ദാഹമുണ്ടോ? യെരൂശലേം ദേവാലയത്തിൽ തിരുനാൾ ആഘോഷിക്കുമ്പോൾ യേശു എഴുന്നേറ്റ് ഉച്ചത്തിൽ വിളിച്ചു ചോദിക്കുന്നു, ആർക്കെങ്കിലും ദാഹമുണ്ടോ? എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവി ഒഴുകും. പരിശുദ്ധാത്മാവാകുന്ന അരുവി ഒഴുകും. ആ ജനങ്ങൾക്ക് അത് മനസ്സിലായില്ല, ശിഷ്യന്മാർക്ക് അത് മനസ്സിലായില്ല. ഈ പരിശുദ്ധാത്മാവിന്റെ അരുവിയെ കുറിച്ച് അവർക്ക് ആർക്കും മനസ്സിലായിരുന്നു. നമുക്കും അത് മനസ്സിലാകാത്തതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ആവശ്യം എത്ര വലുതാണ് ക്രൈസ്തവ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് നമ്മൾ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നത്, ശക്തമായി പ്രാർത്ഥിക്കാത്തത്, അതിനുവേണ്ടി ദാഹിക്കാത്തത്. പക്ഷേ ആർക്കെങ്കിലും ദാഹമുണ്ടോ? എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവി ഒഴുകും. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒരു അരുവി ഒഴുകണം, പരിശുദ്ധാത്മാവിന്റെ അരുവി ഒഴുകണം. ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ റോമാലേഖനത്തിൽ നമ്മൾ പ്രകാരം വായിക്കുന്നു, പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ ആ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ ഒരു ഒഴുക്കാണ്. സ്നേഹത്തിന്റെ ഒഴുക്കാണ് പരിശുദ്ധാത്മാവ്. സ്നേഹം ഒഴുകി വരുന്ന ആ ഒരു ഓസ്, നമ്മൾ വെള്ളം ഒഴിക്കുന്നത് പോലെ ഓസാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. അതിലൂടെയാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിലേക്ക് ദൈവത്തിന്റെ സ്നേഹത്തിൽ ഒഴുക്കുന്നത് ഈ പരിശുദ്ധാത്മാവിലൂടെയാണ്. അപ്പോൾ നമ്മൾ ഈ ശിഷ്യന്മാരെ പോലെ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ ഒരു യഥാർത്ഥ ക്രൈസ്തവനായി നമ്മൾ മാറുകയും. എന്തിനു വേണ്ടിയിട്ടാണ് ഈ പരിശുദ്ധാത്മാവിനെ തരുന്നത്? പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ എനിക്ക് സാക്ഷ്യം വഹിക്കും.
യൂദയായാലും സമരിയായാലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും യേശുവിൻ്റെ വചനത്തിന്, യേശുവിന്റെ സ്നേഹത്തിന്, യേശുവിന്റെ രക്ഷാകരമായ പ്രവർത്തനങ്ങൾക്ക് സാക്ഷികളാകുവാൻ വേണ്ടിയിട്ടാണ് ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്നത്. ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ആ ദൈവസ്നേഹം കൊടുക്കുന്ന സാക്ഷികളായി തീരുവാൻ വേണ്ടിയിട്ടാണ് ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്നത്. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, പെന്തക്കോസ്ത തിരുനാൾ ആഘോഷിക്കുമ്പോൾ അന്ന് സ്ലീഹന്മാരിൽ നിറഞ്ഞ ആ സത്യാത്മാവ് ഈ പെന്തക്കോസ്ത തിരുനാളിൽ തീനാവിൻ്റെ രൂപത്തിൽ പറന്നിറങ്ങുവാനും ലോകം മുഴുവനും ഭയപ്പെട്ടിരിക്കുന്ന, ലോക ജനത മുഴുവനും അസ്വസ്ഥതപ്പെട്ട് ഇരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഈ COVID-19 എല്ലാവരെയും ഗ്രസിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഈ വലിയ ഭയത്തിൽ നിന്ന്, ഈ വലിയ മഹാമാരിയിൽ നിന്ന് ഒരു മോചനം പ്രാപിക്കുന്നതിന് വേണ്ടി ഈ പെന്തക്കോസ്തായിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാവരിലും നിറയുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ സ്നേഹത്തിൻ്റെ ആത്മാവ്, ഭയമകറ്റുന്ന ആത്മാവ്, ധൈര്യം നൽകുന്ന ആത്മാവ്. സ്ത്രീകന്മാർ വ്യത്യസ്ത കാഴ്ചപ്പാടുണ്ടായിരുന്ന സ്ത്രീകന്മാർക്ക് ഒരേ ഒരു കാഴ്ചപ്പാടിലേക്ക് 12 പേരും 12 സ്വഭാവക്കാരായിരുന്നു. ആ 12 സ്വഭാവങ്ങൾ മാറി ഒരൊറ്റ സ്വഭാവം, ദൈവ സ്വഭാവത്തിലേക്ക് വന്ന ഈ പരിശുദ്ധാത്മാവ് കലഹങ്ങളുടെയും കൊള്ളയുടെയും കൊലയുടെയും ഒക്കെ ചിന്തയെ മനുഷ്യ ഹൃദയങ്ങളിൽ നിന്ന് എടുത്തു മാറ്റി ദൈവസ്നേഹത്താൽ നിറഞ്ഞ് നല്ല വ്യക്തിത്വങ്ങളായി പരിലസിക്കുവാൻ വേണ്ടി ഈ പെന്തക്കോസ്ത തിരുനാളിൽ ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ജ്വലിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരിലേക്കും ഈ ആത്മാവിനെ ഈ പെന്തക്കോസ്ത തിരുനാളിൽ ഒഴുക്കണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിശുദ്ധമായ ബലി നമുക്ക് ഒന്നുചേർന്ന് അർപ്പിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസം നമുക്ക് പ്രഘോഷിക്കാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗ്ഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യമദൃശ്യമായതിന്റെയും സൃഷ്ടാവ് സർവ്വശക്തനായ പിതാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകപിതാവ്, ജാതനായ ഏകപുത്രൻ, എല്ലാ ഗുണങ്ങളും പിതാവിന്റെ നിശ്ചയമായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനായും പ്രകാശം പ്രകാശം സത്യദൈവത്തിനുള്ള സത്യദൈവം ജലസരക്ഷിക്കാരനും പിതാവാസതയും മനുഷ്യനായി പരീക്ഷിക്കുകയും അവിടെ സർവ്വത്തിനായി മനുഷ്യനായി നമ്മുടെ വിശുദ്ധനുസരിച്ച് മൂന്നാമത്തെ സ്വർഗത്തിലെ ആരാധന ചെയ്യും, പിതാവിനെ ചെയ്യും. ജീവിക്കാൻ അവരുടെ മഹത്വത്തോടെ അവരുടെ അവസാനം ആരാധന ഞാൻ വിശ്വസിക്കുന്നു. പാവങ്ങളുടെ നേതൃത്വത്തിനായി ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. ഒരു നിമിഷം പെന്തക്കോസ്ത തിരുനാൾ ആഘോഷിക്കുന്ന ഈ നല്ല ദിനത്തിൽ പരിശുദ്ധ പിതാവിനെ വിശുദ്ധ കത്തോലിക്ക സഭയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അങ്ങേക്ക് വേണ്ടി, അങ്ങയുടെ സഭയെ നയിക്കുന്നതിന് വേണ്ടി അങ്ങ് തിരഞ്ഞെടുത്ത പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയെ അക്ഷയമായ ആത്മാവിന്റെ കൃപാദാനങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ. ഈ പ്രതിസന്ധിയുടെ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്ന ഈ കാലഘട്ടത്തിൽ വിശ്വാസം,
ഉറക്കെ പ്രഖ്യാപിക്കുവാൻ, ജീവിക്കുന്ന ദൈവത്തെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ഓരോ പ്രഭാതത്തിലും ബലിയർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ദൈവത്തെ തിരുവോസ്തിയിലൂടെ പകർന്നു നൽകുന്ന ഓരോ വൈദികരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആദിമ നൂറ്റാണ്ടിൽ പെന്തക്കോസ്ത നാളിൽ പെയ്തിറങ്ങിയ പരിശുദ്ധാത്മാവിൻ്റെ കൃപ എല്ലാ വൈദികരിലേക്കും ചൊരിയണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാ സന്യാസികളെയും സമർപ്പിക്കുന്നു. കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ ശക്തിയോടും തീഷ്ണതയോടും ദൈവ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും വേണ്ട ആത്മീയ ചൈതന്യം നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിശുദ്ധ കത്തോലിക്കാ സഭയെ സംരക്ഷിക്കുകയും ആത്മാവിൻ്റെ കൃപാദാനങ്ങളാൽ നിറയ്ക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രോഗികളായി കഴിയുന്ന എല്ലാവരെയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ രോഗസൗഖ്യം നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആവശ്യങ്ങൾ ഈ പരിശുദ്ധമായ ബലിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. നിത്യസത്യസ്വരൂപനായ സർവേശ്വര, അങ്ങയുടെ മക്കൾ ഈ ലോക ജീവിതത്തിൽ നിരവധി ആവശ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വിധേയരാണല്ലോ. ഞങ്ങളുടെ ആത്മീയവും ഭൗതികമായ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തന്നു മക്കളായ ഞങ്ങളെ സ്വർഗീയ പാതയിൽ നയിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊള്ളണമേ. ആമേൻ. ഈ കുഞ്ഞു ജീവിതം യോഗ്യമല്ലേലും എൻ നാഥനേകുന്നു. കുമിളപോഷികം ഈ കുഞ്ഞു ജീവിതം യോഗ്യമല്ലേലും എൻ നാഥനേകുന്നു. നിറമിഴി പൂക്കളും നിറയുമീ ചഷകവും, നിറമിഴി പൂക്കളും നിറയുമീ ചഷകവും, യാഗമ ഈ ജീവിതം സ്വീകരിക്കണമേ. കാഴ്ചയായി കാസയിൽ എന്നേകുന്നു, പീലാസയിൽ എന്നാശകൾ ചേർത്തണയ്ക്കുന്നു. അലിവിൻ കരങ്ങളാ സ്വീകരിക്കണമേ. പാലകായി പാവി പുണ്യമാകണേ. പ്രിയ സഹോദരി, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേക്കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ പുത്രൻ്റെ വാഗ്ദാനം അനുസരിച്ച് പരിശുദ്ധാത്മാവ് ഈ ബലിയുടെ രഹസ്യം സമൃദ്ധമായി വെളിപ്പെടുത്തുകയും എല്ലാ സത്യങ്ങളും കാരുണ്യപൂർവ്വം അനാവരണം ചെയ്യാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്കു ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ
ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാ അങ്ങ് പെസഹാരഹസ്യം പൂർത്തിയാക്കിക്കൊണ്ട് അങ്ങേ ഏകജാതന്റെ സംസർഗത്തിലൂടെ ദത്തപുത്രരായിരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഇന്ന് പരിശുദ്ധാത്മാവിനെ വർഷിക്കുകയും ചെയ്തുവല്ലോ. അങ്ങനെ സഭയുടെ ആരംഭം കുറിച്ച് അവിടുന്ന് സകല ജനതകൾക്കും ദൈവിക ജ്ഞാനം പ്രദാനം ചെയ്യുകയും വ്യത്യസ്തമായ ഭാഷകൾ ഒരേ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനത്താൽ ഒന്നാക്കി തീർക്കുകയും ചെയ്തു. ആമോദവായ്പോടെ വാഴുമാ സ്വർഗീയ ഗായകർ മാലാഖമാ, ദിവ്യപ്രതാപമാനങ്ങേക്കു നിത്യവും മംഗളം പാടി വണങ്ങിടുന്നു. ആ ദിവ്യഗാനത്തോടൊന്നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു താഴ്മയോടെ. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവ് ദൈവം പരിശുദ്ധൻ. നീരുവാമങ്ങി മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. സർവവിശുദ്ധിയുടെയും ഉറവിടമായി അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ
ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസ്സാനി പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു കൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞു പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു കൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പു ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. അങ്ങയുടെ ദാസനും ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമായ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ അഭിവന്യ സൂസേപാക്യം മെത്രാപ്പോലിത്തയോടും സഹായ മെത്രാൻ
ക്രിസ്തുദാസ് തിരുമേനിയോടും വൈദിക ഗണത്തോടും സഭയിലെ സമർപ്പിത സഹോദരീ സഹോദരന്മാരും വൈദിക വിദ്യാർത്ഥികളും സന്യസ്താർത്ഥികളും അൽമായ പ്രേഷിതരും വിശ്വാസികളും ഉൾപ്പെട്ട സഭയെ സ്നേഹത്തിൻ്റെ പരിപൂർണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോട് നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരർ, ബന്ധുമിത്രാദികൾ, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ, ആരാലും പ്രാർത്ഥിച്ച് സഹായിക്കുവാനില്ലാത്ത ആത്മാക്കളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിലെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പ് പിതാവിനോടും അനുഗ്രഹിതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോട് കൂടി ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായി ദിവ്യോപദേശത്താൽ രൂപവൽകൃതനായി നിർഭയം നമുക്കേറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ള പാരിലും ആയിടേണം. അന്നു വേണ്ടുന്നോരാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരുടെ അനുസരിച്ച കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാവങ്ങളല്ല പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം മുഖൻ വാർത്ത അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യവും നൽകാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ്
ഈ പ്രാർത്ഥന കേട്ടൊല്ലണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുന്നു. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളെ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളെ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, ദിവ്യജ്ഞാൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ, അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. യേശുവിനാത്മാവേ, എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ ശരീരമേ, എന്നെ രക്ഷിച്ചരുളണമേ. യേശുവിൻ തിരുനീളമേ, എന്നെ ലഹരിയിലാഴ്ത്തണമേ. യേശുവിൻ ജലമേ, എന്നെ നിത്യം കഴുകണമേ. യേശുവിൻ പീഡകളേ, എന്നെ സുഖീരനാക്കണമേ. നന്മത നിറകുടമേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. നാഥാ, നിൻ തിരുമുറിവിൽ എനിക്കഭയം നൽകണമേ. മേലിൽ വേർപിരിയാതെ എന്നെ അങ്ങിൽ ചേർക്കണമേ. എല്ലാ തിന്മയിൽ നിന്നും എന്നെ പരിരക്ഷിക്കണമേ. മരണം വന്നണയുമ്പോൾ എന്നെ അങ്ങ് വിളിക്കണമേ. നിൻ തിരുസവിധം പൂകാൻ എന്നെ കൽപ്പിച്ചരുളണമേ.
സതതം വാഴ്ത്തിടുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. യേശുവേ ആരാധന. പരിശുദ്ധാത്മാവ് സകല കാര്യങ്ങളും നമുക്ക് വെളിപ്പെടുത്തി തരുന്ന സഹായകനാണ്. പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടാതെ ആർക്കും ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിക്കുവാൻ സാധിക്കില്ല. പരിശുദ്ധാത്മാവിൻ്റെ ഈ തിരുനാൾ ദിവസം നമുക്ക് വേണ്ടി ഈ അൾത്താരയിൽ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചത് ഏറ്റവും സ്നേഹ ബഹുമാനമുള്ള ജോയി മൊസോളിനി അച്ഛനാണ്. അച്ഛനും ഞാനും കൂട്ടുകാരാണ്. അതോടൊപ്പം അച്ഛൻ എൻ്റെ ഒരു ആത്മീയ ഉപദേശകനാണ്. ഞങ്ങൾ ഒരുമിച്ച് സെമിനാരിയിൽ പഠിച്ചു. കാലത്തിൻ്റെ പൂർണ്ണതയിൽ പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പെടുത്തലനുസരിച്ച് അച്ഛൻ പരിശുദ്ധ കർമ്മലിത്താ മാതാവിൻ്റെ നാമത്തിലുള്ള കർമ്മലിത്താ സഭയിലെ ഒരു വൈദികനായി, ഞാൻ രൂപത വൈദികനുമായി. ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ വായിച്ചു കേട്ടതുപോലെ ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്ന് തന്നെ. ഈ അൾത്താരിൽ നിന്നുകൊണ്ട് ഒരു അനുഭവ സാക്ഷ്യമാണ് പറയുക. പലപ്പോഴും നമ്മളിൽ പല വ്യക്തികൾക്കും, ഞാൻ ഉൾപ്പെടെ ആയിരുന്ന ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിക്കുവാനോ ഭാഷാവരത്തോടെ സ്തുതിക്കുവാനോ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ വിളിക്കുവാനോ നമുക്കൊരു വലിയ ബുദ്ധിമുട്ടുണ്ട്, നാണക്കേടാണ്. പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങൾ അനുഭവിക്കണമെങ്കിൽ കരങ്ങൾ ഉയർത്തി ദൈവസന്നിധിയിൽ നിലവിളിക്കണമെന്ന് എന്നെ പഠിപ്പിച്ചത് എൻ്റെ നല്ലൊരു ചങ്ങാതിയായ ജോയി അച്ഛനാണ്. പ്രായത്തിൽ എന്നേക്കാൾ കുറവ്, പൗരോഹിത്യത്തിൽ എന്നേക്കാൾ സീനിയർ. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ സെമിനാരി പഠിക്കുമ്പോൾ കൊല്ലം രൂപതയിൽ പെരുമ്പുഴ എന്ന ഇടവകയിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ ശുശ്രൂഷയ്ക്കായിട്ട് ഞങ്ങൾ പോകും. വർഷങ്ങൾക്ക് മുമ്പ് സഭയിലെ കൂട്ടായ്മയിൽ ആരാധനയിലൊക്കെ ഒന്ന് ഹല്ലേലൂയ പറയുവാനോ കരങ്ങളടിക്കുവാനോ എനിക്ക് ഇഷ്ടമില്ല. ഞാൻ മസ്സിൽ പിടിച്ചിരിക്കും. ജോയി അച്ഛൻ ഒരു ദൈവാനുഭവമുള്ള വ്യക്തിയാണ്. അച്ഛൻ സെമിനാരി പഠിക്കുമ്പോൾ തന്നെ ദൈവാനുഭവം കൊണ്ട് നിറഞ്ഞൊരു വ്യക്തിയാണ് അദ്ദേഹം. അന്ന് ആ കാലഘട്ടത്തിൽ ഏറ്റവും തിളങ്ങി നിന്നൊരു ഗാനമാണ്, അഭിഷേക ഗാനമാണ് ദൈവമക്കൾ പാടുന്നു ഹല്ലേലൂയ ഹോസാന. ദൈവമക്കൾ പാടുന്നു ഹല്ലേലൂയ ഹോസാന എന്ന പാട്ട് അച്ഛൻ കരങ്ങളടിച്ച് പാടുമ്പോൾ അച്ഛൻ്റെ അരികിൽ നിൽക്കുന്ന ഞാൻ ഇടയ്ക്ക് ഒന്ന് തല ചായ്ക്കും അച്ഛൻ്റെ അടുക്കിലേക്ക്. അച്ഛൻ വിചാരിക്കും എന്തോ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രദർ തല ഇങ്ങോട്ട് നീട്ടിക്കൊണ്ട് വരുന്നെന്ന് ഓർത്തിട്ട് അച്ഛൻ ഇങ്ങോട്ട് ചരിയും. ആ സമയത്ത് മൈക്ക് ഞാനിങ്ങനെ അങ്ങ് ഓഫ് ചെയ്തിട്ട് ചോദിക്കും, തൻ്റെ വട്ട് മാറിയില്ലേ എന്ന്. എന്നിട്ട് മൈക്ക് ഓൺ ചെയ്ത് വെച്ച് കൊടുക്കും. അച്ഛൻ വീണ്ടും പാടും ഹല്ലേലൂയ ഹോസാന. പൊന്നു സഹോദരങ്ങളെ, ഇത് 1-2 ദിവസമില്ല. ഇതൊരു പകർച്ചവ്യാധി പോലെ, ഇപ്പോഴത്തെ കൊറോണ പോലെ എല്ലാ ശനിയാഴ്ചകളിലും ഇതുണ്ട്. കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ സഖി കെട്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, തന്നെ ഒരു ദിവസം ദൈവം പിടിക്കും. ഞാൻ പറഞ്ഞു, ദൈവത്തിന് ഒരുപാട് ജോലിയുണ്ട്, എന്നെ പിടിക്കാൻ, എൻ്റെ പുറകെ നടക്കാൻ ദൈവം അത്രയ്ക്ക് നിസ്സാരക്കാരനാണ്. എൻ്റെ പ്രിയ സഹോദരിമാരെ, സഹോദരന്മാരെ, ആ വർഷത്തിൻ്റെ അവസാനം തന്നെ ജീവിതത്തിൽ വലിയൊരു തകർച്ചയുണ്ടാകുകയും എൻ്റെ ദൈവവിളി നഷ്ടപ്പെടുകയും ഞാൻ പോട്ടാശ്രമത്തിൽ പോയി ധ്യാനം കൂടുകയും ഞാൻ അറിയാതെ തന്നെ എൻ്റെ ഉദരങ്ങളിൽ, എൻ്റെ കരങ്ങൾ, എൻ്റെ ശിരസ്, എൻ്റെ കണ്ണുകളൊക്കെ മുകളിലേക്ക് നോക്കി പരിശുദ്ധാത്മാവ് നൽകിയ ആ പ്രേരണ അനുസരിച്ച് കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിച്ചു. നീണ്ട വർഷങ്ങൾക്ക് ശേഷം ബെത്സൈദ ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായിട്ടും
ആശ്രമശ്രേഷ്ഠനായിട്ടും യോയിച്ചനിരിക്കുമ്പോൾ അച്ഛൻ്റെ മുമ്പിൽ അച്ഛൻ്റെ ധ്യാനത്തിന് കരങ്ങളടിച്ച് പ്രാർത്ഥിക്കുവാനും പാടാനും പ്രസംഗിക്കുവാനും ഒക്കെ ഞാൻ വരുമായിരുന്നു. അച്ഛനെ പോലെ പാട്ടുകാരനല്ല. ആ ആരാധനയുടെ നിമിഷങ്ങളിൽ കരങ്ങളടിച്ച് കൂടെ പാടും, ഒന്നിച്ച് പ്രാർത്ഥിക്കും, വചനം പങ്കുവയ്ക്കും. തമാശായിട്ടെങ്കിലും പറയാറുണ്ട്, ഒരു കാലത്ത് വിമർശിച്ച് നടന്നവൻ ഇത് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു എന്ന്. പ്രിയ സഹോദരങ്ങളെ, എന്തുകൊണ്ട് ഈ പെന്തക്കോസ്ത ദിനത്തിൽ ഈ അനുഭവം അച്ഛൻ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങൾ സമർത്ഥമായി അനുഭവിക്കണമെങ്കിൽ അതിരങ്ങൾ തുറന്ന് ദൈവത്തെ സ്തുതിക്കുവാനും അവിടുത്തെ ആരാധിക്കുവാനും അവിടുത്തെ കീർത്തനങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കണം. ഒരു വലിയ ഭാഗ്യമാണ് ഇന്ന് പരിശുദ്ധ കർമ്മല മഠത്തിലെ ഇതാ ഇരുമ്പഴികൾക്കുള്ളിൽ, ഇത് മിണ്ടാമഠമാണ്, ഇരുമ്പഴികൾക്കുള്ളിൽ നമ്മുടെ സഹോദരിമാർ പ്രാർത്ഥനാ നിരതരായിരിക്കുകയാണ്. ജോയിയച്ഛനും ഞാനും ഒരുമിച്ച് കൊല്ലത്തുണ്ടായിരുന്നപ്പോൾ കൊട്ടിയത്ത് അവിടുത്തെ മിണ്ടാമഠത്തിലെ ഇടയ്ക്ക് പല കാര്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ ഞങ്ങളുടെ സിസ്റ്റേഴ്സ് ആയതുകൊണ്ട് അല്പസ്വാതന്ത്ര്യത്തോടുകൂടി അവർ സംസാരിക്കുവാനും പ്രാർത്ഥന നിയോഗം സമർപ്പിക്കുവാനും കഴിയും. പക്ഷെ വൈദികനായിട്ട് ഇന്നു വരെ മിണ്ടാമഠത്തിൽ പോയി കുർബാന ചെലുത്തുവാനായിട്ട് സാധിച്ചിട്ടില്ല. പരിശുദ്ധാത്മാവിന്റെ ഈ തിരുനാൾ കുർബാനയിൽ സഹകാർമ്മികത്വം വഹിച്ചുകൊണ്ട് ഞാനിത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു. കാരണം നിങ്ങളുടെ ചില സഹോദരിമാരൊക്കെ എനിക്ക് വേണ്ടി ഞാൻ വൈദികനാകാൻ വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. യോയിച്ചനും കൊട്ടിയത്തെ കുർബാനയ്ക്ക് ഓർപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഇതാണ് കർത്താവ് ഒരുക്കിയ ദിവസം, ഇതാണ് രക്ഷയുടെ ദിവസം. ഞാൻ യോയിച്ചോട് പറഞ്ഞു, നമ്മുടെ ഈ സഹോദരിമാർ സുഖത്തിലെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഞാൻ അവർക്ക് കുർബാന കൊണ്ട് കൊടുക്കാറുണ്ട്. പക്ഷെ ബലി അർപ്പിച്ചിട്ടില്ല. ബിഷപ്പ് സോസിൽ നിന്ന് രോഗികൾക്ക് കുർബാന കൊടുക്കാൻ പോകുന്ന ആ കൂട്ടത്തിൽ നമ്മുടെ സിസ്റ്റേഴ്സ് സുഖില്ലാതെ ആശുപത്രി കിടക്കുമ്പോൾ അവർക്ക് കുർബാന കൊടുത്തിട്ടുണ്ട്. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിനെ വിട്ടുകൊടുക്കണം. പരിശുദ്ധാത്മാവിനെ വിട്ടുകൊടുക്കുക, ആത്മാവ് നയിക്കുന്ന വഴിയിലൂടെ യാത്ര ചെയ്യും. സ്നേഹമുള്ള യോഗ്യച്ച, അങ്ങയോടൊപ്പം നിന്ന് ഈ അത്താനെ ബലിയർപ്പിക്കുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ അസീസി മിഷൻ ചാനലിലൂടെ അനേക മക്കൾ ഈ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അനേക മക്കൾക്ക് പരിശുദ്ധാത്മാവിന്റെ കൃപ ലഭിക്കുന്ന നിമിഷമാണ്. അങ്ങയെ ബലിയർപ്പിച്ചത്, പ്രാർത്ഥിച്ചത് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. പ്രിയ സഹോദരിമാരെ, നിങ്ങൾക്കും ഹൃദയപൂർവ്വം നന്ദി. ഗാനങ്ങൾ ആലപിച്ച സമൂഹത്തിന് പ്രത്യേകം നന്ദി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും പെന്തക്കോസ്ത തിരുനാളിൻ്റെ സകല നന്മകളും അനുഗ്രഹം നൽകുന്നു. ഇത് വെളിപ്പെടുത്തേണ്ട ഉത്സവമാണല്ലോ. ഈ മഹോത്സവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കൊണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ സത്യദാനം പ്രദാനം ചെയ്യുകയും അങ്ങ് നൽകിയ കൃപ കാത്തു സൂക്ഷിക്കുകയും ചെയ്യണം. അങ്ങനെ വർഷിക്കപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ ദാനം ശക്തമാകാനും ആത്മീയബോധം നിത്യമായ നിർത്തനാളത്തിന്റെ വർദ്ധനയ്ക്ക് ഉപകരിക്കാനിടയാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടി ശ്വാസദായകനായ ആത്മാവിനെ
ശിഷ്യന്മാരുടെ ഹൃദയങ്ങൾ പ്രകാശിപ്പിക്കാൻ തിരുമനസ്സായ പിതാവായ ദൈവം തൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളെ ആനന്ദഭരിതരാക്കുകയും അവിടുത്തെ ആത്മാവിൻ്റെ ദാനങ്ങളാൽ എപ്പോഴും നിറയ്ക്കുകയും ചെയ്യുമാറാകട്ടെ. ശിഷ്യന്മാരുടെ മേൽ പ്രത്യക്ഷപ്പെട്ട അത്ഭുതകരമായ തീനാളം സമസ്ത പാപമാലിന്യത്തിലും നിന്നും നിങ്ങളുടെ ഹൃദയങ്ങൾ സംശുദ്ധീകരിച്ച് അവിടുത്തെ പ്രകാശധാരയ പൂരിതരാകുമാറാകട്ടെ. ഭാഷകളും വൈവിധ്യവും ഒരേ വിശ്വാസത്തിന്റെ പ്രഖ്യാപനത്തിൽ സംയോജിപ്പിക്കാൻ തിരുവുള്ളമായ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ജ്വലിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യഭോജനം സമാപിച്ചു. Even